ഓക്കെ, നമ്മളിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഗ്രോമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയെ മെഷർമെൻറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹൈഗ്രോമീറ്റർ. ഇത് ഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യുന്ന ഡിവൈസാണ്. ഹൈഗ്രോമീറ്ററിൽ വന്നിട്ട് പല ടൈപ്പുകളുണ്ട്. ഇലക്ട്രിക്കൽ, തെർമൽ, കപ്പാസിറ്റൻസ്, ക്രിസ്റ്റൽ, അലുമിനിയം ഓക്സൈഡ്, മൈക്രോവേവ് എന്ന് വന്നിട്ട് പല ടൈപ്പുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ റെസിസ്റ്റീവ് ഹൈഗ്രോമീറ്റർ ആണ്. റെസിസ്റ്റീവ് ഹൈഗ്രോമീറ്ററിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് സാൾട്ടുകൾ യൂസ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് വന്നിട്ട് അബ്സോർബ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ട് ചേഞ്ചസ് ആകും. അതായത് റെസിസ്റ്റിവിറ്റി വന്നിട്ട് ചേഞ്ചസ് ആകും. ആ റെസിസ്റ്റിവിറ്റി ചേഞ്ചസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സിൻ്റെ മേലിൽ നമ്മൾ ആ ഹൈഗ്രോസ്കോപ്പിക് സാൾട്ട് വന്നിട്ട് കോട്ടിങ് വന്നിട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഹൈഗ്രോസ്കോപ്പിക് സാൾട്ട് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിത്തിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് സാൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ടൈപ്പ് ബ്രിഡ്ജസ് അല്ലേ. അതിൽ വൺ ഓഫ് ദ ബ്രിഡ്ജായിട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ് നമ്മൾ മെഷർമെൻറ്റിന് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റീവ് ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് സാൾട്ടുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റിയെ വന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് ഇതിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സിൻ്റെ അവിടെ ചുറ്റിലും വന്നിട്ട് എന്താണ് ലിത്തിയം ക്ലോറൈഡ്, അതിനെ കണ്ടക്റ്റിംഗ് ഫിലിം എന്ന് പറയും. അത് കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ 2 ഇലക്ട്രോഡിൻ്റെ എൻഡാണ് 2 ലീഡായിട്ട് നമുക്ക് കാണുന്നത്. ആ ലീഡ് വന്നിട്ട് നമ്മൾ ഗ്യാസിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴേക്കും ഗ്യാസിലുള്ള വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ആയിട്ട് നമുക്ക് ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് കിട്ടും. അതേപോലെ അടുത്ത ടൈപ്പിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടക്റ്റിംഗ് ഫിലിം, അതായത് ലിത്തിയം ക്ലോറൈഡ് വന്നിട്ട് സിക്സാക്ക് മോഡലിലാണ് വെച്ചിരിക്കുന്നത്. സെയിം ടൈപ്പ് തന്നെയാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? കപ്പാസിറ്റീവ് ഹൈഗ്രോമീറ്റർ. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രിൻസിപ്പൾ അറിയാം എന്താണ്? C=ε0 A/D ആണ്. ഇതിൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്, D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് ആണ്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് വേരിയേഷൻസ് മാറുവാണെങ്കിൽ എന്തായിരിക്കും? കപ്പാസിറ്റൻസും നമുക്ക് മാറും. അങ്ങനെ അപ്പം നമ്മൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് ആയിട്ട് ഇവിടെ നമ്മൾ ഹൈഡ്രോസ്കോപ്പിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ഹൈഡ്രോസ്കോപ്പിക് സാൾട്ട് യൂസ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഹൈഡ്രോസ്കോപ്പിക് സാൾട്ടുകൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ 2 കപ്പാസിറ്റൻസിൻ്റെ ഇടയിൽ വെക്കുമ്പോഴേക്കും ഇയാളാണ് ഡൈഇലക്ട്രിക് ആയിട്ട് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എന്താകും? ഇലക്ട്രിക് ആയിട്ടുള്ള ഹൈഗ്രോസ്കോപ്പിക് സാൾട്ട് നമ്മൾ മെഷറിങ് ചെയ്യുന്ന ഗ്യാസിലുള്ള വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോഴേക്കും കപ്പാസിറ്റൻസിൽ ചേഞ്ചസ് വരും. ആ കപ്പാസിറ്റൻസ് ചേഞ്ച് എത്രയാണെന്ന് മെഷർമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ ചേഞ്ചസ് ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞത് വളരെ വളരെ സ്മോൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ചേഞ്ചസ് ചെറിയ സ്മോൾ വന്നിട്ട് മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ചേഞ്ച് ഓഫ് കപ്പാസിറ്റൻസ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കും. എന്നിട്ട് ഈ ഫ്രീക്വൻസിയെ വേറൊരു റെഫറൻസ് ഫ്രീക്വൻസി ആയിട്ട് കമ്പാരിസൺ ചെയ്യും. അതായത് സ്റ്റാൻഡേർഡായിട്ടോ ഇയർലി നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യും. ആ ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് റെഫറൻസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ റെഫറൻസ് ഫ്രീക്വൻസിക്കും നമ്മൾ കപ്പാസിറ്റൻസ് ചേഞ്ചസ് ആകുമ്പോഴുള്ള ഫ്രീക്വൻസിക്കും ഉള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. നമ്മളുടെ ബീറ്റ് ഫ്രീക്വൻസിക്കും നമ്മളുടെ കപ്പാസിറ്റൻസ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസിക്കും ഉള്ള ഡിഫറൻസിയാണ് നമ്മൾ ഹൈഡ്രോഡൈനിക് എന്ന് വന്നിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ കപ്പാസിറ്റൻസ് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ റെസ്പോൺസ് ടൈം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ്സിൽ അത് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.